അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് 7 കഴിയാൻ പോവുകയാണ്. ഇന്ന് ഫൈനലാണ്. എനിക്ക് തോന്നുന്നു വലിയ ഒരു സീസൺ ആയിരുന്നില്ല. കാരണം വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായത് ഈ ലാസ്റ്റ് വീക്കിലാണ്. കഴിഞ്ഞ മുന്നത്തെ സീസണിൽ ഉണ്ടായിരുന്ന ഒരു ഓളം ഈ സീസണിൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും മോശപ്പെട്ട സീസൺ ഏതാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് എന്നത്തെ പോലെ 5 എന്നൊക്കെ ചിലർ പറഞ്ഞിരുന്നത്, അതിനിപ്പോൾ 7 ആവും. കാരണം ഏറ്റവും മോശപ്പെട്ട ഒരു സീസണായിരുന്നു സീസൺ 7. പിന്നെ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ എപ്പോഴും പറയുന്നത് സീസൺ 4 ആണ്. അപ്പോൾ ഇതിലെ ഏറ്റവും സീസണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നെവിൻ തന്നെയാണ്. നെവിൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ലാസ്റ്റ് നല്ലൊരു എൻ്റർടൈനറും എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ കപ്പ് നേടാൻ എനിക്ക് തോന്നുന്നു അനീഷില്ലായിരുന്നെങ്കിൽ നെവിൻ തന്നെ ഫസ്റ്റ് ആവുമായിരുന്നു. ഇനിയിപ്പോൾ ഷാനവാസ് ഒന്ന് ബാക്കായിട്ടുണ്ട്. ഇപ്പം നെവിൻ ചിലപ്പോൾ തേർഡ്. അക്ബറിനൊക്കെ നല്ല PR ഉണ്ട് കേട്ടോ, വെറുതെ പറയുകയാണില്ലാന്ന്. അക്ബറൊക്കെ അപ്പം എന്തായാലും പറയാൻ പറ്റില്ല. നമുക്ക് ഈ സീസണിൽ ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അനീഷ് ആവാൻ സാധ്യതയുണ്ട്. കാരണം തൊപ്പി ലൈവിൽ വന്നിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഒരുപാട് ഫാൻസുള്ള ആളാണ് തൊപ്പി. അപ്പോൾ അനീഷ് ജയിക്കാനും സാധ്യതയുണ്ട്. അനുമോളുടെ ആൾക്കാർ ഒരുപാട് വോട്ടിന് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് അനുമോൾക്ക് വേണ്ടിയിട്ട് കളത്തിലിറങ്ങിയിട്ട്. പക്ഷെ അനുമോൾ ജയിക്കുമോ എന്നുള്ളത് അറിയില്ല. അനുമോൾ ജയിച്ചു കഴിഞ്ഞാലും PRൻ്റെ സപ്പോർട്ടോട് ജയിച്ചു എന്ന് പറഞ്ഞാൽ അനുമോൾ അത് ബാധിക്കാൻ പോകുന്നില്ല. കാരണം അനുമോൾ ഇതിലൊന്നിനും വേണ്ടി, കപ്പിന് വേണ്ടി, അനുമോൾക്ക് പൈസയാണ് വേണ്ടത്. അത് അനുമോൾക്ക് കിട്ടും. ഫസ്റ്റ് കിട്ടിയാൽ അതിലെ പുള്ളിക്കാരി ഹാപ്പി ആയിരിക്കും. മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി പുള്ളിക്കാരി അത് മുന്നോട്ട് പോകും. ഇപ്പോൾ ഇന്നലെ എല്ലാവരും മേക്കപ്പ് ചെയ്ത് അങ്ങനെ ഭംഗിയായിട്ട് ഇരിക്കണം ഫൈനലിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് ഔട്ടായത് നൂറയാണ്. മനസ്സിലായി, നൂറ് ഉള്ളിൽ കയറേണ്ടതായിരുന്നു. പക്ഷേ അനുമോളെ ചതിച്ചു എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് നൂറ് ഔട്ടായത്. ദിയാസാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, PR വിനു അനുമോൾക്ക് കപ്പ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അനുമോൾ അവിടെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ ഫസ്റ്റ് ഓർ സെക്കൻഡ് എന്നുള്ള ലെവലിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഗ്രാൻഡ് ഫിനാലെ നമുക്ക് അറിയാൻ പറ്റും ആരാണ് വിന്നർന്ന്.